രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ പ്രണാമം. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഓം അജ്ഞാനതിമിരാന്ധസ്യ നാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ചെപ്പതാക സ്വാമിനി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്തരാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശിഷ്ടാർത്ഥ ഗോവിന്ദ് മന്ത്രി ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഷോർട്ട് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നിഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജയ. ശ്രീല പ്രഭുപാദ് കി ജയ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 10 ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രയാണം. ശ്ലോകം 1. ശൗനക ഉവാച ഹത്വാ സ്വരിക്തസ്പൃത ആദദായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠഃ സഹാനുജൈ പ്രത്യവരുദ്ധ്യ ഭോജനഃ കഥം പ്രവൃത്തഃ കിമകാരശീത്തതഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൊല്ലാം. ശൗനക ഉവാച ഹത്വാ സ്വരിക്തസ്പൃത ആദദായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠഃ ജൈപ്രത്യവരുദ്ധ്യ ഭോജനഃ പ്രവൃത്തകാരശീത്തതഃ. ഒന്നും കേൾക്കത്തില്ല. ഹരേ കൃഷ്ണ. ശൗനക ഉവാച. ശൗനകൻ പറഞ്ഞു. ഹരേഷ്ണ മാതാജി, ഹരേഷ്ണ മാതാജി, സൗണ്ട് ബ്രേക്ക് ആവുന്നു മാതാജി, കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ?
ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഇടയ്ക്ക് ശ്ലോകം ചൊല്ലിയപ്പോ കേൾക്കത്തില്ല. ശ്ലോകം ചൊല്ലിയപ്പോ കേൾക്കത്തില്ല. അത് ശ്ലോകം ചൊല്ലുമ്പോ എല്ലാവരും അത് ചിലരുടെ ഇന്റർനെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പ്രശ്നം വരുന്നത്. ചിലരത് സ്ലോ ആയിട്ട് വരുമ്പോ അതിന്റെ കൂടെ നമ്മുടെ സൗണ്ട് വരുമ്പോ കേൾക്കാത്തതാണ്. ഹരേ കൃഷ്ണ. ശൗനക ഉവാച. ശൗനകൻ ആരാഞ്ഞു. ഹത്വാ വധിച്ചതിനു ശേഷം സ്വരിക്ത നിയമാനുസൃതമായ പാരമ്പര്യ അവകാശം സ്മൃതഃ ബലാത്കാരമായി അപഹരിക്കാൻ ആഗ്രഹിച്ച് ആദതായിനഃ അക്രമി യുധിഷ്ഠിരഃ രാജാവ് യുധിഷ്ഠിരൻ ധർമ്മഭൃതാം ധാർമ്മിക തത്വങ്ങൾ കർശനമായി അനുഷ്ഠിക്കുന്നവർ വരിഷ്ഠഃ അതിശ്രേഷ്ഠ സഹ അനുജൈഹി അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കളോടൊപ്പം പ്രത്യവരുദ്ധ നിയന്ത്രിതമായ ഭോജനഃ അനിവാര്യമായവയുടെ സ്വീകരണം കഥം എങ്ങനെ പ്രവൃത്തഃ വ്യാപൃതനായി കിം എന്ത് അകാരശീത് നിർവഹിച്ചു തതഃ പിന്നെ വിവർത്തനം ഭാവാർത്ഥം എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ശൗനകമുനി ആരാഞ്ഞു. തനിക്ക് പാരമ്പര്യമായി അവകാശപ്പെട്ട രാജ്യം ബലാത്കാരമായി അപഹരിക്കാൻ ആഗ്രഹിച്ച തന്റെ ശത്രുക്കളെയെല്ലാം വധിച്ച ശേഷം ധർമ്മിഷ്ഠരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ ഭ്രാതാക്കളുടെ സഹായത്തോടെ എപ്രകാരമാണ് തന്റെ പ്രജകളെ ഭരിച്ചത്. നിശ്ചയമായും അദ്ദേഹത്തിന് പ്രതിബന്ധമില്ലാതെ അവബോധത്തോടെ സ്വതന്ത്രമായി തന്റെ രാജ്യം ആസ്വദിക്കാൻ കഴിഞ്ഞിരിക്കുകയില്ല. അപ്പോ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ എന്താ കണ്ടത്? ഭീഷ്മദേവൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരന് ഉപദേശം കൊടുക്കുകയാണ് അല്ലെ. പല കാര്യങ്ങളെ കുറിച്ച്, എന്താണ് വർണ്ണാശ്രമ വ്യവസ്ഥ, എന്താണ് സ്ത്രീകളുടെ ധർമ്മം, എന്താണ് വൈരാഗ്യത്തിന്റെ മാർഗം, എന്താണ് മുക്തിയുടെ മാർഗം എന്താണ്, അതുപോലെ രാജാവിന്റെ ധർമ്മം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഭീഷ്മദേവൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് വർണ്ണിച്ചതിന് ശേഷം ഉത്തരായനം വന്നപ്പോ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കി ഭഗവാനെ സ്തുതിച്ചു അല്ലെ. ഭഗവാൻ മുന്നിൽ തന്നെ ഉണ്ട്. ആ ഭഗവാനെ, ചതുർഭുജനായിട്ടുള്ള ഭഗവാനെയാണ് അദ്ദേഹം സ്തുതിച്ചത്. പക്ഷെ അദ്ദേഹം ദർശിച്ചത് മുഴുവൻ ആരെയായിരുന്നു? ഭഗവാനെ സ്തുതിച്ചത് മുഴുവൻ അത് തന്നെയാണ് അല്ലെ. അപ്പൊ ഭീഷ്മസ്തുതിയിൽ മുഴുവൻ ആ പാർത്ഥസാരഥിയെ സ്തുതിക്കുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുകയും ദേവലോകത്തിൽ നിന്നും അതുപോലെ ഉയർന്ന ലോകത്തിൽ നിന്നൊക്കെ പുഷ്പവൃഷ്ടി ഉണ്ടായി. അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചപ്പോ അദ്ദേഹം നേരെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി എന്നും നമ്മൾ കണ്ടു അല്ലെ. അതിനുശേഷം അദ്ദേഹത്തിന്, അതായത് ഭീഷ്മദേവന് ഉദകക്രിയകൾ ചെയ്തത് ആരാണ്? യുധിഷ്ഠിരനും സഹോദരന്മാരുമാണ് അല്ലെ. അവരാണ് മക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉദകക്രിയകൾ ചെയ്തത്, മരണശേഷമുള്ള ഉദകക്രിയകൾ ചെയ്തത് അവരാണ്. അപ്പൊ അതിനും ശേഷം അവരെല്ലാവരും തിരിച്ച് ഹസ്തനപുരത്തിലേക്കും അതുപോലെ അവിടെ കൂടിയിരുന്ന മറ്റ് ഋഷിമാരും മഹർഷിമാരൊക്കെ തിരിച്ച് അവരവരുടെ ആശ്രമങ്ങളിലേക്കും പോയി. അപ്പോ ഹസ്തിനപുരി കൊട്ടാരത്തിൽ വന്നിട്ട് യുധിഷ്ഠിരൻ എന്താ ചെയ്തത്? വല്യച്ഛനെയും വല്യമ്മയെ ആശ്വസിപ്പിച്ചു അല്ലെ. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ബാക്കി ഉണ്ടായിരുന്ന ആളായിരുന്നു ഭീഷ്മാചാര്യർ അല്ലെ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുരുവംശത്തില് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരാളിപ്പോ ഭീഷ്മാചാര്യരായിരുന്നു. അദ്ദേഹവും മരിച്ചു. അപ്പൊ ആ സമയത്ത് അവരെയൊക്കെ ആശ്വസിപ്പിക്കുക ഉണ്ടായി യുധിഷ്ഠിരൻ. എന്നിട്ട് അവരൊക്കെ ആഗ്രഹിച്ചതിന് പ്രകാരം, അതായത് വല്യച്ഛനൊക്കെ സന്തോഷമാകുന്ന വിധത്തിൽ, ധൃതരാഷ്ട്രമൊക്കെ സന്തോഷിക്കത്തക്ക വിധത്തിലാണ് രാജ്യം ഭരിച്ചത്. അത് ഭഗവാനും അംഗീകരിക്കുന്ന തത്വങ്ങളായിരുന്നു അവിടെയെല്ലാം അദ്ദേഹം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിക്കുകയുണ്ടായി എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത് അല്ലെ. ഇവിടെ ശൗനകാദി മഹർഷിമാർ ഇവരെവിടെ നിന്നാണ് ചോദിക്കുന്നത്? നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതഗോസ്വാമിയോടാണ് ശൗനക മഹർഷി ചോദിക്കുന്നത് അല്ലെ. നമ്മൾക്കറിയാം രണ്ട് വിധത്തിലാണ് ഭാഗവതം പറയുന്നത്. ഒന്ന്, പരീക്ഷിത് മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് ശുകദേവ ബ്രഹ്മർഷിയാൽ പറയപ്പെടുന്നു. പിന്നെ ഈ ശുകദേവ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുമ്പോ പരീക്ഷിത് മഹാരാജാവിന്റെ ഒപ്പം ആരുണ്ടായിരുന്നു? സൂതഗോസ്വാമി ഉണ്ടായിരുന്നു. അങ്ങനെ ശുകദേവ ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത ഭാഗവതം സൂതഗോസ്വാമിക്ക് അറിയാം. ആ സൂതഗോസ്വാമിയാണ് നൈമിഷാരണ്യത്തിൽ ഇരുന്നു കൊണ്ട് ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ശൗനക മഹർഷിയാണ് ഇവിടെ ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? അപ്പോ സ്വാഭാവികമായിട്ടും സൂതഗോസ്വാമിയോടാണ് ചോദിക്കുന്നത്. തനിക്ക് പാരമ്പര്യമായി അവകാശപ്പെട്ട രാജ്യം ബലാത്കാരമായി അപഹരിക്കാൻ ആഗ്രഹിച്ച തന്റെ ശത്രുക്കളെയെല്ലാം വധിച്ച ശേഷം ധർമ്മിഷ്ഠരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ ഭ്രാതാക്കളുടെ സഹായത്തോടെ എപ്രകാരമാണ് പ്രജകളെ ഭരിച്ചത്. നിശ്ചയമായും അദ്ദേഹത്തിന് പ്രതിബന്ധമില്ലാതെ അവബോധത്തോടെ സ്വതന്ത്രമായി തന്റെ രാജ്യം ആസ്വദിക്കാൻ കഴിഞ്ഞിരിക്കുകയില്ല. അപ്പോ ശൗനകാദി മഹർഷിമാർക്ക് എന്താണ് അറിയേണ്ടിയിരുന്നത്? ഇങ്ങനെ രാജാക്കന്മാർ, അതായത് ഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എല്ലാം ഒന്നും സമാധാനമായി അല്ലേ. ഭീഷ്മദേവന്റെ അടുത്ത് സങ്കടം ഉണ്ടായിരുന്നത് ഭീഷ്മദേവന്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോ അതും തീർന്നു യുധിഷ്ഠിരന്റെ അല്ലെ. ആ സങ്കടങ്ങളൊക്കെ അവസാനിപ്പിച്ച്
തിരിച്ച് രാജ്യം ഭരിക്കാൻ വന്ന് നിൽക്കുകയാണ്. അതുപോലെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ ആദ്യം കുന്തിസ്തുതി എടുത്ത സമയത്ത് പറഞ്ഞു ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുന്തി മഹാറാണി ഭഗവാനെ തടഞ്ഞു നിർത്തിയത് അല്ലെ. പിന്നെ എന്നിട്ടും നിൽക്കാത്ത ഭഗവാൻ യുധിഷ്ഠിരനെ കണ്ടപ്പോഴാണ് തടഞ്ഞു നിൽക്കപ്പെട്ടത് അല്ലെ. അവിടെ തന്നെ നിൽക്കണ്ടായി പറഞ്ഞു. അപ്പോ ഭഗവാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോണത്? ദ്വാരകയിലേക്ക് പോകാനിരിക്കുന്നു. യുധിഷ്ഠിരൻ രാജ്യഭാരം ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് യുധിഷ്ഠിരന് വളരെ ആസ്വദിച്ച് രാജ്യം ഭരിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എങ്ങനെയാണ് അദ്ദേഹം പ്രജകളെ ഭരിച്ചത് എന്നാണ് ശൗനകാദി മഹർഷിമാര് സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നത്. ഭാവാർത്ഥം ഇസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ ധർമ്മനിഷ്ഠരായ എല്ലാ വ്യക്തികളിൽ വെച്ച് ഏറ്റവും ഉത്തുംഗനായിരുന്നു. ആകയാൽ രാജ്യഭോഗത്തിനായി തന്റെ വലിയച്ഛന്റെ മക്കളുമായി യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സുണ്ടായിരുന്നില്ല. ഹസ്തിനപുര രാജ്യം അദ്ദേഹത്തിന്റെ നിയമാനുസൃതമായ പാരമ്പര്യ അവകാശമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വലിയച്ഛന്റെ മക്കൾ അവർക്കായി അത് അപഹരിക്കാൻ ആഗ്രഹിച്ചു. ആകയാൽ അദ്ദേഹം നീതിക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ വലിയച്ഛന്റെ പുത്രന്മാരെല്ലാം യുദ്ധത്തിൽ വധിക്കപ്പെടുകയാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ നീതിക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട യുദ്ധവിജയത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആകയാൽ കർത്തവ്യമായി കരുതി തന്റെ ഇളയ ഭ്രാതാക്കളുടെ സഹായത്തോടെ അദ്ദേഹം രാജ്യം ഭരിച്ചു. അപ്പൊ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്നാണ് ശൗനകാദി മഹർഷിമാർ ചോദിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ ശിലപ്രഭുപാദർ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് പറയുന്നത്? ഭഗവാന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? നീതിക്ക് വേണ്ടി അല്ലെ. നമ്മൾക്ക് അവകാശപ്പെട്ടത് പോലും പിടിച്ചടക്കാണ് ആര് ചെയ്തത്? ദുര്യോധനാദികൾ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ അടുത്തുനിന്ന് അവർക്ക് നിയമാനുസൃതമായ ഒരു അംഗീകാരം അല്ലെങ്കിൽ നിയമാനുസൃതമായ രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പക്ഷെ അത് എങ്ങനെയാണ് അവർ ആസ്വദിച്ചോ? യുദ്ധത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. അങ്ങനെ ആസ്വദിച്ചിട്ടല്ല അദ്ദേഹം ചെയ്തത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്? കർത്തവ്യമായി കരുതി തന്റെ ഇളയ ഭ്രാതാക്കളുടെ സഹായത്തോടെ അദ്ദേഹം രാജ്യം ഭരിച്ചു. അപ്പൊ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് അദ്ദേഹം അത് ഏറ്റെടുത്തത്. ഒരിക്കലും ഞാനൊരു രാജാവാണെന്ന് പറഞ്ഞ് സുഖഭോഗങ്ങളിൽ ആസ്വദിച്ച് ജീവിച്ച ആളായിരുന്നില്ല ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ്. സ്വസ്ഥമായി രാജ്യം ആസ്വദിക്കാൻ കഴിയുന്ന നിലയിലായപ്പോൾ മഹാരാജാവ് യുധിഷ്ഠിരന്റെ പെരുമാറ്റത്തെ കുറിച്ച് അറിയാൻ ശൗനക ഋഷി ആഗ്രഹിച്ചു. അതിനാൽ ഈ അന്വേഷണം അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. അപ്പോ ആ രാജ്യഭാരം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം ദുഃഖത്തിലായിരുന്നു അല്ലെ. ഞാൻ കാരണമാണ് എല്ലാവരും കൊല്ലപ്പെട്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് ദുഃഖത്തിലായിരുന്നു. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് അസൈഡ് ആയി, എല്ലാം ഒന്ന് നിവൃത്തിയായി നിന്നപ്പോ അദ്ദേഹം ഏത് രീതിയിൽ രാജ്യം ഭരിച്ചു എന്നാണ് ശൗനക മഹർഷി ചോദിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് സൂത ഗോസ്വാമി മറുപടി പറയാണ്. നമോ ഭഗവതി വാസുദേവായ. സൂത ഉവാച. വംശം കുരോർവംശദവാഗ്നി നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരിഃ നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. അഗ്നി നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരിഃ നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ എല്ലാവരും പല പല സമയത്ത് പല രീതിയിൽ ചൊല്ലുന്നതുകൊണ്ടാണ് ഈ ബ്രേക്ക് വരുന്നത്. ഹരേ കൃഷ്ണ. സൂത ഉവാച. ഗോസ്വാമി വംശം കുലം കുരോഹോ രാജാവ് കുരുവിന്റെ വംശദേവ അഗ്നി മുളങ്കൂട്ടങ്ങളാൽ സംഭവിച്ച കാട്ടുതീ നിർഹൃതം ക്ഷയിച്ചു. സംരോഹയിത്വ വംശത്തിന്റെ ബീജാങ്കുരം ഭവഭാവനഃ സൃഷ്ടിയുടെ പരിപാലകൻ ഹരിഹി പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ നിവേശയിത്വ പുനഃസ്ഥാപിക്കുകയാൽ നിജരാജ്യെ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്ത് ഈശ്വരഃ പരമപുരുഷൻ യുധിഷ്ഠിരം മഹാരാജാവ് യുധിഷ്ഠിരനോട് പ്രീതമനാഹ അദ്ദേഹം മനസ്സിൽ സംപ്രീതനായി ബഭൂവഃ ആയിത്തീർന്നു. വർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സൂത ഗോസ്വാമി പ്രതിവചിച്ചു. യുധിഷ്ഠിര മഹാരാജാവിനെ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിൽ പുനഃസ്ഥാപിക്കുകയും
ക്രോധമാകുന്ന മുളന്തിയാൽ എരിഞ്ഞൊടുങ്ങിയ കുരുവംശത്തെ പുനരുദ്ധരിക്കുകയും ചെയ്ത ശേഷം വിശ്വപരിപാലകനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ സംപ്രീതനായി തീർന്നു. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? യുധിഷ്ഠിര മഹാരാജാവിന് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിൽ പുനഃസ്ഥാപിക്കുക അല്ലെ. അപ്പോ അദ്ദേഹം വേറൊരാളുടെ രാജ്യം പിടിച്ചടക്കുകയല്ല ചെയ്തത്, അദ്ദേഹം അവനവന്റെ രാജ്യം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അല്ലെ. സുധഗോസ്വാമി പറയാണ്, യുധിഷ്ഠിര മഹാരാജാവിന് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിൽ പുനഃസ്ഥാപിക്കുകയും ക്രോധമാകുന്ന മുളന്തിയാൽ എരിഞ്ഞൊടുങ്ങിയ കുരുവംശത്തെ പുനരുദ്ധരിക്കുകയും. ഇപ്പോ കോപമാകുന്ന മുളന്തി പറഞ്ഞ എന്താണ്? ഈ മുളങ്കാട് കേട്ടിട്ടുണ്ടോ? മുളകളൊക്കെ ഒരുപാടുള്ള കാടുകളിൽ എങ്ങനെയാ ഉണ്ടാവുക? കാറ്റ് വന്ന് ആ മുളകളൊക്കെ ഇങ്ങനെ ഉരസും, അങ്ങനെ ഉരസുമ്പോ അവിടെ അഗ്നി ഉണ്ടാവും, അതിലെല്ലാം ഇങ്ങനെ കത്തി എരിഞ്ഞ് അമർന്നു പോകും അല്ലെ. അതുപോലെ കൗരവരായിട്ടുള്ള ആളുകളൊക്കെയും എന്താ ചെയ്തത്? ക്രോധമാകുന്ന അല്ലെ, അവരുടെ ആ ഒരു ക്രോധ നിമിത്തം അവരെല്ലാവരും സ്വയം നശിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കുരുവംശത്തെ ഈ പറയുന്ന പാണ്ഡവരും ആരാണ്? കുരുവംശജരാണ് അല്ലെ, ഒരേ കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കുരുവംശത്തെ പുനരുദ്ധരിക്കുകയും ചെയ്ത ശേഷം വിശ്വപരിപാലകനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ സംപ്രീതനായി തീർന്നു. അപ്പോ യുധിഷ്ഠിരനെ അവിടെ അവരോധിച്ച ശേഷം ഭഗവാൻ സന്തോഷത്തിലായി എന്നാണ് ഇതിന്റെ അർത്ഥം. ഭാവാർത്ഥം ഇതി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ്. മുളങ്കൂട്ടങ്ങളുടെ ഉരസലാൽ സംഭവിക്കുന്ന കാട്ടുതീയോട് ഈ ലോകത്തെ സാമ്യപ്പെടുത്തിയിരിക്കുന്നു. ബാഹ്യ കാരണമില്ലാതെ ഉണ്ടാകുന്ന മുളങ്കൂട്ടങ്ങളുടെ അന്യോന്യ ഉരസലിൽ താനെയാണ് അപ്രകാരമുള്ള കാട്ടുതീ സംഭവിക്കുന്നത്. അതേപോലെ ഭൗതിക പ്രകൃതിയുടെ അടക്കി ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഉഗ്രകോപത്തിന്റെ പരസ്പര പ്രവർത്തനത്താൽ ഭൗതിക ലോകത്തിൽ യുദ്ധാഗ്നി ആളിപ്പടരുകയും അതിൽ അനാവശ്യ ജനസംഖ്യ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം ജനങ്ങളുടെ വ്യവഹാരങ്ങളാൽ സംഭവിക്കുന്ന തീ അഥവാ മനുഷ്യ സമൂഹത്തിൽ ഭഗവാന് യാതൊരു പങ്കുമില്ല. എന്നാൽ അദ്ദേഹം സൃഷ്ടിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കാൻ സാമാന്യ ജനങ്ങൾ ജീവാത്മാക്കളെ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ ഉചിതമായ മാർഗം പിന്തുടരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. യാതന അനുഭവിക്കുന്ന മനുഷ്യർ തന്റെ അടുത്ത് സ്വഭവനത്തിലേക്ക് മടങ്ങി ചെല്ലണമെന്നും അപ്രകാരം ത്രിവിധ ഭൗതിക യാതനകൾക്ക് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? മുളങ്കൂട്ടങ്ങളുടെ ഉരസലാൽ സംഭവിക്കുന്ന കാട്ടുതീയോടാണ് ഈ ലോകത്തെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട അല്ലെ. ചെറിയൊരു കാറ്റ് വന്നാൽ അത് പരസ്പരം ഇങ്ങനെ കൂട്ടി ഇണങ്ങി അത് അഗ്നി ഉണ്ടാക്കുന്നു. അതുപോലെ ഇവിടെ എങ്ങനെയുള്ളവർ തമ്മിലാണ്? ഉഗ്രകോപത്തിന്റെ പരസ്പര പ്രവർത്തനത്താൽ. എങ്ങനെയുള്ളവർക്ക്? ഈ ഭൗതിക പ്രകൃതി അടക്കി ഭരിക്കണം എന്നുള്ള ആഗ്രഹത്താലെ ഉഗ്രകോപത്താലെ ഉണ്ടാകുന്ന പരസ്പര പ്രവർത്തനങ്ങളാലാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? യുദ്ധം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള യുദ്ധത്തിൽ ആരാണ് നശിപ്പിക്കപ്പെടുന്നത്? അനാവശ്യ ജനസംഖ്യ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ആവശ്യമില്ലാത്ത ആളുകളാണ് അവിടെ മരണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ഭഗവാന്റെ പദ്ധതി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഈ പരസ്പരം എന്താണ് ഈ ഭൗതിക പ്രകൃതി അടക്കി ഭരിക്കാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള യുദ്ധാഗ്നി അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവുകയും അവിടെ ആവശ്യമില്ലാത്ത ജനസംഖ്യ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതില് ഭഗവാന് യാതൊരു പങ്കുമില്ല. എന്നാൽ അദ്ദേഹം സൃഷ്ടിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കാൻ സാമാന്യ ജനങ്ങൾ ജീവാത്മാക്കളെ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ ഉചിതമായ മാർഗം പിന്തുടരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പൊ ഭഗവാൻ എല്ലാവരെയും ആത്യന്തികമായി സംരക്ഷിക്കുന്നവരാണ് അല്ലെ. ഈ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെട്ടാലും അവർക്ക് ഒരിക്കലും പരിപൂർണ നാശം സംഭവിക്കുന്നില്ല അല്ലെ. ഭഗവാൻ എന്താ പറയുന്നത്? എന്താണ്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഒരു കാരണമായാൽ മതി. അതായത് നമ്മൾക്ക് ആത്യന്തികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല അല്ലെ. ഒരു ജീവാത്മാവിന് മരണം എന്ന് പറയുമ്പോൾ വെറും ഒരു ദേഹാന്തര പ്രാപ്തി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധ അഗ്നി ഉണ്ടായാൽ പോലും അവരൊക്കെ മരണപ്പെട്ടാലും എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ പരിപൂർണമായ നാശമൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല. അതും ഭഗവാന്റെ കാരുണ്യമാണ് അല്ലെ. അങ്ങനെ ഭഗവാന്റെ ധാമത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ട് ഭഗവാൻ എന്താണ് അവരിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഭക്തിയുത സേവനം ചെയ്യണം അല്ലെ. ആത്മസാക്ഷാത്കാരത്തിന്റെ ഉചിതമായ മാർഗം പിന്തുടരണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. യാതന അനുഭവിക്കുന്ന മനുഷ്യർ തന്റെ അടുത്ത് സ്വഭവനത്തിലേക്ക് മടങ്ങി ചെല്ലണമെന്നും അപ്രകാരം ത്രിവിധ ഭൗതിക യാതനകൾക്ക് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ സമ്പൂർണ്ണ ആസൂത്രണവും ആ വിധത്തിലാണ്
നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം സുബോധത്തിലേക്ക് തിരിച്ചു വന്ന് ഭഗവത് ധാമത്തിലേക്ക് തിരികെ പോകാത്ത ഒരുവൻ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ മായാശക്തിയാൽ ഏൽപ്പിക്കപ്പെടുന്ന യാതനകൾ അനുഭവിക്കുന്നു. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മള് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പഠിച്ചിട്ടുണ്ട്. യേ ദാമാം പ്രപദ്യന്തേ തംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. എല്ലാവരും ഒരിക്കൽ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തേണ്ടവരാണ് അല്ലെ, എല്ലാവരും പോകണം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഭഗവാന്റെ അറേഞ്ച്മെന്റ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെയുള്ള ഈ ഭൗതിക പ്രകൃതിയിലുള്ള ത്രിവിധ ക്ലേശങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു വരണം എല്ലാവരും എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്വന്തം സുബോധ തലത്തിലേക്ക് തിരിച്ചു വന്ന് ഭഗവത് ധാമത്തിലേക്ക് തിരികെ പോകാത്ത ഒരുവൻ, അതായത് എന്താണ് നമ്മുടെ സുബോധ തലം എന്ന് പറയുന്നത്? നമ്മുടെ യഥാർത്ഥ ബോധതലത്തിൽ എന്താണ് വരേണ്ടത്? ശിവേര സ്വരൂപഹോയ് നിത്യേര കൃഷ്ണദാസ്. ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ തയ്യാറില്ല, അത് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ഒരുവൻ എന്ത് സംഭവിക്കും? ഈ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ മായാശക്തിയാൽ ഏൽപ്പിക്കപ്പെടുന്ന യാതനകൾ അനുഭവിക്കുന്നു. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഈ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിച്ച് തന്നെ ആവണം. ആകയാൽ അദ്ദേഹത്തിന്റെ ആധികാരിക പ്രതിനിധി ലോകം ഭരിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ഭരണം സുസ്ഥാപിക്കാനും അദ്ദേഹത്തിന്റെ പദ്ധതിയുമായി ബന്ധം പോലുമില്ലാത്ത അനാവശ്യ ജനങ്ങളെ വധിക്കാനുമാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത്. അനഭിമതരല്ലാത്തവരെ ലോകത്തിൽ നിന്നും ഇല്ലാതാക്കാനും തന്റെ ഭക്തന്റെ കീഴിൽ സമാധാനപൂർണമായ രാജ്യം കെട്ടിപ്പടുക്കാനുമായുള്ള ഭഗവാന്റെ പദ്ധതി അനുസരിച്ചാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത്. ആകയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ സിംഹാസനാരോഹണം ചെയ്തപ്പോഴും കുരുവംശത്തിന്റെ ബീജാങ്കുരമായ പരീക്ഷിത് മഹാരാജാവ് രക്ഷിക്കപ്പെട്ടപ്പോഴും ഭഗവാൻ പൂർണ്ണ സംതൃപ്തനായി. അപ്പൊ ഭഗവാന്റെ ആഗ്രഹം എന്താണ്? ഭഗവാന്റെ ഒരു ശുദ്ധഭക്തനായിട്ടുള്ള ഒരാളുടെ കയ്യിലായിരിക്കണം ഈ രാജ്യഭാരം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഭഗവാന്റെ ഭക്തന്മാര് ഭരിക്കുമ്പോ എന്താണ്? എല്ലാ വീട്ടിലും എല്ലാവർക്കും വേണ്ടുന്ന ഭൗതികവും അതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആർക്ക് സാധിക്കും? ഒരു ഉത്തമ രാജാവിന് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു ഭക്തന്റെ കീഴിൽ തന്റെ രാജ്യം വരണം എന്ന് ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ പദ്ധതി പ്രകാരമാണ് യുദ്ധം നടന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോ ഇവിടെ ഭഗവാന്റെ സന്തോഷം, ഭഗവാൻ സംതൃപ്തനായി എന്ന് പറയുന്നത് ഏത് രണ്ട് കാര്യങ്ങളിലാണ്? ഒന്ന്, ഭഗവാന്റെ ഭക്തനായിട്ടുള്ള യുധിഷ്ഠിരൻ രാജാവായതിലും, രണ്ടാമത്തേത് ഭഗവാന്റെ ശുദ്ധഭക്തനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് ഉത്തരയുടെ ഗർഭത്തിൽ വെച്ച് സംരക്ഷിക്കപ്പെട്ടു ഭഗവാനാൽ അല്ലെ. ഇതൊക്കെ ഭഗവാനെ സംതൃപ്തനാക്കി എന്നാണ് പറയുന്നത്. ഓം നമോ ഭഗവതി വാസുദേവായ. നിശമ്യ ഭീഷ്മോക്തമഥാച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമഃ ശശാസഗാമിന്ദ്ര ഇവാചിതാശ്രയഃ പരിദ്യുവാന്താമനുജാനുവർത്തിതഃ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ ഭീഷ്മോക്തമഥാച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമഃ ശശാസഗാമിന്ദ്ര ഇവാചിതാശ്രയഃ പരിദ്യുവാന്താമനുജാനുവർത്തിതഃ. ഹരേ കൃഷ്ണ. നിശമ്യ ശ്രവിച്ച ശേഷം ഭീഷ്മ ഉക്തം ഭീഷ്മദേവൻ പറഞ്ഞതൊക്കെയും അഥ അതുപോലെ അച്യുത ഉക്തം അച്യുതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളി ചെയ്തതും പ്രവൃത്ത അതിൽ നിരതനാകുകയാൽ വിജ്ഞാന പരിപൂർണനാനം വിദൂത പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടു വിഭ്രമഃ എല്ലാ ആശങ്കകളും ശശാസ ഭരിച്ചു ഗാം ഭൂമി ഇന്ദ്ര സ്വർഗാധിപതിയായ ഇന്ദ്രൻ ഇവ പോലെ അജിത ആശ്രയ അജയ്യനായ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട് പരിധി ഉപാന്താം നഗരങ്ങൾ ഉൾപ്പെടെ സാഗരങ്ങൾ ഉൾപ്പെടെ അനുജന്മാർ അനുവർത്തിത അവരാൽ അനുഗമിക്കപ്പെട്ട് വർത്തനം ഭാവാർത്ഥം ഏസി ഭക്തി വേദാന്ത സ്വാമിശ്രീല പ്രഭുപാക്കിച്ചേ ഭീഷ്മദേവന്റെയും ച്യുതി സംഭവിക്കാത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെയും വാക്കുകളാൽ പ്രബുദ്ധനായ മഹാരാജാവ് യുധിഷ്ഠിരൻ പരിപൂർണ ജ്ഞാനത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ സ്വയം നിരതനായി. കാരണം അദ്ദേഹത്തിന്റെ സർവ്വ ആശങ്കകളും ദൂരീകരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരരാൽ അനുഗമിക്കപ്പെട്ട് ഭൂമിയും സമുദ്രവും എല്ലാം ഭരിച്ചു. അപ്പോ ഇവിടെ സൂതഗോസ്വാമിയോട് ശൗനകാദി മഹർഷിമാര് ചോദിച്ചത് എന്താണ്?
ഈ സംഭവത്തിന് ശേഷം അല്ലെ ഭീഷ്മദേവന്റെ അടുത്ത് നിന്നും പോയി തിരിച്ചു രാജ്യത്തിലെത്തി എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിച്ചത്? അദ്ദേഹത്തിന് വേണ്ടും പോലെ അത് ആസ്വദിച്ച് ഭരിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയും ശുദ്ധാത്മാവായിട്ടുള്ള ആളാണ് അല്ലെ, ധർമ്മിഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിന് എല്ലാ ബന്ധുക്കളെയും മരണപ്പെട്ടതിന് ശേഷമുള്ള ഈ ഒരു സുഖം ആസ്വദിച്ച് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല ആര്? ശൗനകാദി മഹർഷിമാര്. അപ്പൊ ഇവിടെ ശ്ലോകത്തില് ഒരു ഉപമ പറയേണ്ടത് വിവർത്തനത്തിൽ കാണുന്നില്ല. എങ്ങനെയാണത് പറയുന്നത്? ഇന്ദ്ര ഇവ, അതായത് ഇന്ദ്രൻ, ദേവേന്ദ്രൻ എങ്ങനെയാണോ സ്വർഗം ഭരിച്ചത് അതുപോലെയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഭൂമിയെ ഭരിച്ചത് എന്ന് പറയുന്നു. ഭീഷ്മദേവന്റെയും ച്യുതി സംഭവിക്കാത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെയും വാക്കുകളാൽ പ്രബുദ്ധനായ മഹാരാജാവ് യുധിഷ്ഠിരൻ, അതായത് ഭീഷ്മദേവന് ഉപദേശം കൊടുത്തു, ഭഗവാനും ഉപദേശം കൊടുത്തു അല്ലെ, അങ്ങനെയുള്ള ഉപദേശങ്ങളാൽ പ്രബുദ്ധനായിട്ടുള്ള യുധിഷ്ഠിരൻ പരിപൂർണ നാണത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ സ്വയം നിരതനായപ്പോ യുധിഷ്ഠിരന് എന്ത് ബോധ്യമായിട്ടുണ്ട്? എന്താണ് യഥാർത്ഥത്തിലുള്ള സത്യം അല്ലെ? ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണ് അല്ലെ, എന്താണ് നമ്മള് ചെയ്യേണ്ടത് അല്ലെ, നമ്മൾ എന്താണ് ഇവിടെ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ഇത് വ്യക്തമായിട്ട് ആർക്ക് ബോധ്യമായിട്ടുണ്ട്? ഇപ്പോ യുധിഷ്ഠിരന് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള പൂർണ്ണ ജ്ഞാനത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ സ്വയം നിരതനായപ്പോ ഭക്തിയുത സേവനത്തിൽ അദ്ദേഹം നിരതനായി. കാരണം അദ്ദേഹത്തിന്റെ സർവ്വ ആശങ്കകളും ദൂരീകരിക്കപ്പെട്ടിരുന്നു. അപ്പൊ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരരാൽ അനുഗമിക്കപ്പെട്ട് ഭൂമിയും സമുദ്രവും എല്ലാം ഭരിച്ചു. അപ്പോ ഭൂമിയും സമുദ്രവും ഒക്കെ എങ്ങനെ ഭരിച്ചു? ഭഗവാന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയെ ഭഗവാൻ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിച്ചത്. വർത്തമേസി ഭക്തി വേദാന്ത സ്വാമിശ്രീ പ്രഭുപാദ് കി ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ ഭൂമിയും സാഗരങ്ങളും ഒക്കെ ഭരിക്കുന്ന ആ കാലഘട്ടത്തിലും ആധുനിക ഇംഗ്ലീഷ് നിയമമായ അഗ്രജത്വം അഥവാ ആദ്യ ശിശു സ്വത്തിന് അവകാശിയാകുന്ന നിയമം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. ആ കാലത്തിൽ ഇപ്പോൾ ന്യൂഡൽഹിയുടെ ഭാഗമായ ഹസ്തിനപുരത്തിന്റെ രാജാവായിരുന്നു സാഗരങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ ചക്രവർത്തി. മഹാരാജാവ് യുധിഷ്ഠിരന്റെ പൗത്രനായ മഹാരാജാവ് പരീക്ഷത്തിന്റെ കാലം വരെ ഇത് തുടർന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ അനുജന്മാർ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും രാജ്യത്തിലെ സേനാധിപന്മാരുമായി വർത്തിച്ചിരുന്നു. പരിപൂർണ ധർമ്മിഷ്ഠരായ രാജാവിന്റെ ഭ്രാതാക്കൾ തമ്മിൽ പൂർണ്ണ സഹകരണവും ഉണ്ടായിരുന്നു. ഭൂമി ഭരിക്കാൻ നിയുക്തനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിനിധിയായ മഹാരാജാവ് യുധിഷ്ഠിരൻ സ്വർഗലോകങ്ങളുടെ ഭരണ പ്രാതിനിധ്യം വഹിക്കുന്ന ഇന്ദ്രദേവനോട് സാമ്യപ്പെടുത്താവുന്ന തരത്തിൽ ഒരു ഉത്തമ രാജാവായിരുന്നു. ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, വരുണൻ, വായു എന്നീ ദേവന്മാരൊക്കെയും പ്രപഞ്ചത്തിലെ വിവിധ ഗ്രഹങ്ങളുടെ ഭരണ പ്രാതിനിധ്യം വഹിക്കുന്ന രാജാക്കന്മാരാകുന്നു. അതുപോലെ മഹാരാജാവ് യുധിഷ്ഠിരനും ഭൂമിയുടെ ഭരണ പ്രാതിനിധ്യം വഹിക്കുന്ന രാജാവ് എന്ന നിലയിൽ അവരിൽ ഒരാളായിരുന്നു. അപ്പോ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്? അതായത് എങ്ങനെയാണോ ദേവേന്ദ്രൻ സ്വർഗരാജ്യം ഭരിച്ചത് അതുപോലെ ഇവിടെ ഭൂമി ഭരിക്കേണ്ടായി ആര്? യുധിഷ്ഠിര മഹാരാജാവ്. അത് സമുദ്രങ്ങളൊക്കെ ഉൾപ്പെടെ എന്നാണ് ഇവിടെ എടുത്തു പറയാൻ, സാഗരങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ നിയമമായ എൽഡർ ബ്രദർ അല്ലെ, അഗ്രജത്വം എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് നിയമം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. യുധിഷ്ഠിരനാണ് രാജാവായിട്ടുണ്ടായിരുന്നത്. സഹോദരന്മാരായിട്ടുള്ളവരൊക്കെ മറ്റു ഭരണങ്ങളില്, അതായത് മന്ത്രിമാരും സേനാധിപന്മാരും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു അവിടെ എന്ന് പറയണ്ടായി. നല്ല സഹകരണത്തോടു കൂടിയായിരുന്നു അവര് രാജ്യം ഭരിച്ചത്. കാരണം എന്തുകൊണ്ടാണ്? പഞ്ചപാണ്ഡവരും ഭഗവാന്റെ ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്? മത്സര ബുദ്ധി ഇല്ല അല്ലെ, സഹോദരന്മാർക്കിടയിൽ നല്ലൊരു ഐക്യം ഉണ്ടായിരുന്നു. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ, വരുണൻ, വായു ഇവരൊക്കെ ഓരോരോ പ്രപഞ്ചത്തിലെ ഓരോ വിവിധ ഗ്രഹങ്ങളുടെ ഭരണാധിപത്യം ഉള്ളവരാണ് എന്നിവിടെ എടുത്തു പറയുന്നു. അതുപോലെയാണ് യുധിഷ്ഠിര രാജാവ് ഭൂമി മുഴുവനാണ് ഭരിച്ചത്, വെറും ഭാരതം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആധുനിക ജനാധിപത്യത്തിലെ പൊതുവെ ഉള്ള പ്രബുദ്ധനല്ലാത്ത രാഷ്ട്രീയ നേതാവായിരുന്നില്ല യുധിഷ്ഠിര മഹാരാജാവ്. മഹാരാജാവ് യുധിഷ്ഠിരൻ ഭീഷ്മദേവനാലും അച്യുതനായ ശ്രീകൃഷ്ണ ഭഗവാനാലും ഉപദേശിക്കപ്പെട്ടു. ആകയാൽ അദ്ദേഹത്തിന് സകലതിനെയും സംബന്ധിച്ചുള്ള പക്വമായ പൂർണ്ണ ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കാലത്തെ നേതാക്കന്മാരെ പോലെ ഒരാളായിരുന്നില്ല യുധിഷ്ഠിര മഹാരാജാവ്. എല്ലാ ജ്ഞാനവും ഉണ്ടായിരുന്നു. ഭീഷ്മദേവനാലും ഭഗവാനാലും ഉപദേശിക്കപ്പെട്ട് എല്ലാവിധ സംശയങ്ങളും ദൂരീകരിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ ജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. രാജാവിന്റെ യാതൊരു അധികാരവും ഇല്ലാത്തതിനാൽ ഇന്നത്തെ തിരഞ്ഞെടുത്ത നിർവാഹക തലവന്മാർ വെറും പാവയെ പോലെയാകുന്നു. ഒരുപക്ഷെ യുധിഷ്ഠിരനെ പോലെ പ്രബുദ്ധതയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഭരണഘടനാപരമായ തന്റെ സ്ഥാനത്തിനാൽ സതുദ്ദേശത്തോടുകൂടി സ്വേച്ഛാനുസരണം യാതൊന്നും തന്നെ ചെയ്യാൻ അയാൾക്ക് നിർവാഹമില്ല. ആകയാൽ ഭൂമിയിൽ നിരവധി രാജ്യങ്ങൾ ആശയപരമായ വ്യത്യാസങ്ങളാലോ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളാലോ കലഹിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാം.
മനസ്സിലാവും. അതായത് ഇന്നത്തെ കാലത്തുള്ള ജനപ്രതിനിധി പറയുന്നത് അദ്ദേഹത്തിന് സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല അല്ലെ. അദ്ദേഹം ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് വേണം? രാജ്യസഭയിലോ ലോകസഭയിലോ ഒക്കെ പ്രമേയം പാസ്സാക്കി അതിന് പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ കൃത്യമായ വോട്ടൊക്കെ കിട്ടണം അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ആ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുള്ളൂ. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഒരു വേള യുധിഷ്ഠിരനോളം കഴിവുള്ള ഒരാളാണെങ്കിൽ പോലും അതിന് സാധിക്കില്ല ഇന്നത്തെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എന്ന് പറയുന്നു. എന്നാൽ യുധിഷ്ഠിരനെ പോലുള്ള രാജാവിന് അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ആശയ സംഹിതകൾ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റുപറ്റാത്ത ഭഗവാന്റെ നിർദ്ദേശങ്ങളും ഭഗവാന്റെ പ്രതിനിധിയും ആധികാരിക കാര്യകർത്താവുമായ ഭീഷ്മദേവന്റെ ഉപദേശങ്ങളും അനുവർത്തിക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യം ഉണ്ടായിരുന്നിട്ടില്ല യുധിഷ്ഠിര മഹാരാജാവിന്. കാരണം എന്തുകൊണ്ടാണ്? ഭീഷ്മദേവനും ഭഗവാനും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അത് അനുവർത്തിക്കുക മാത്രമേ വേണ്ടി വന്നുള്ളൂ. യാതൊരു സ്വാർത്ഥ താല്പര്യവും സ്വയംകൃത ആശയ സംഹിതയും കൂടാതെ ഭഗവാനെയും ശ്രേഷ്ഠരായ പ്രാമാണികരെയും അനുഗമിക്കണമെന്ന് ശാസ്ത്രങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്നു. ആകയാലാണ് മഹാരാജാവ് യുധിഷ്ഠിരന് സമുദ്രങ്ങൾ ഉൾപ്പെടെ ഈ ലോകം മുഴുവനും ഭരിക്കുവാൻ സാധ്യമായത്. ഇതുപോലെയുള്ള ആധ്യാത്മിക ആചാര്യന്മാരുടെ ആജ്ഞാനുവർത്തിയായിട്ട് വേണം നമ്മളെ ജീവിക്കാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ലോകവും ഭരിക്കാൻ യുധിഷ്ഠിരന് സാധിച്ചത്. കാരണം തത്വങ്ങൾ അബദ്ധരഹിതവും സാർവലൗകികമായി ഏവർക്കും ബാധകവുമായിരുന്നു. ഒരിക്കലും തെറ്റു സംഭവിക്കാത്ത അധികാരിയെ അനുവർത്തിക്കാൻ സാധ്യമെങ്കിൽ മാത്രമേ ഏകലോക സാമ്രാജ്യം എന്ന ആശയം സഫലമാകുകയുള്ളൂ. അപൂർണനായ ഒരു വ്യക്തിക്ക് ഏവർക്കും സ്വീകാര്യമായ ഒരു ആശയ സംഹിത നിർമ്മിക്കുവാൻ കഴിയുകയില്ല. പരിപൂർണനും ചുതി സംഭവിക്കാത്തവനുമായവന് മാത്രമേ എല്ലായിടത്തും പ്രയോഗക്ഷമമായതും ലോകത്തിലെ സർവമാന ജനങ്ങൾക്കും അനുവർത്തിക്കാൻ കഴിയുന്നതുമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഭരിക്കുന്നത് നിർവ്യക്തിക ഭരണകൂടമല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കുറ്റമറ്റവനെങ്കിൽ ഭരണകൂടവും കുറ്റമറ്റതാകുന്നു. വ്യക്തി വിഡ്ഢിയെങ്കിൽ ഭരണകൂടവും വിഡ്ഢികളുടെ സ്വർഗമാകുന്നു. പ്രകൃതി നിയമമാണത്. അപൂർണരായ രാജാക്കന്മാർ അഥവാ ഭരണനിർവഹണ തലവന്മാരെ കുറിച്ച് നിരവധി കഥകളുണ്ട്. ആകയാൽ ഭരണത്തലവൻ നിശ്ചയമായും മഹാരാജാവ് യുധിഷ്ഠിരനെ പോലെ ശിക്ഷണം സിദ്ധിച്ചവനായിരിക്കണം. മാത്രവുമല്ല അദ്ദേഹത്തിന് ലോകം മുഴുവൻ ഭരിക്കാനുള്ള പൂർണ്ണ ഏകാധിപത്യ അധികാരവും ഉണ്ടായിരിക്കണം. മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ള ഉത്തമ രാജാവിന്റെ കീഴിൽ മാത്രമേ ഏകലോക സാമ്രാജ്യം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ള രാജാക്കന്മാർ ലോകം ഭരിക്കാൻ ഉണ്ടായിരുന്നതിനാൽ ആ കാലഘട്ടത്തിൽ ലോകം സന്തുഷ്ടമായിരുന്നു. അപ്പോൾ ഏകലോക സാമ്രാജ്യം അതാണ് ഇവിടെ പറയുന്നത് അല്ലെ. അത് എങ്ങനെയുള്ള ആളായിരിക്കണം? ഒരു ശുദ്ധ ഭക്തനായിരിക്കണം. നമ്മൾ ഇവിടെ പറയുന്നു കുറ്റമറ്റത്. അതായത് നമ്മൾ ഈ ഒരു സാധാരണ ബദ്ധ ജീവാത്മാക്കളെ കുറിച്ച് 4 ന്യൂനതകൾ ഉണ്ടെന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണത്? നമ്മുടെ ഇന്ദ്രിയങ്ങള് അപൂർണമാണ്. പിന്നെയോ വഞ്ചിക്കാനുള്ള പ്രവണതയുണ്ട്. പിന്നെയോ ഒന്നുകൂടെ ഉണ്ട്, മായയാൽ അപഹരിക്കപ്പെടും അല്ലെ, വ്യാമോഹിതരായിത്തീരും. അപ്പൊ ഈ 4 ന്യൂനതകളുള്ള നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ആശയങ്ങളൊക്കെ എന്തായിരിക്കും? അതൊരിക്കലും കുറ്റമറ്റതാവില്ല അല്ലെ. കുറ്റമറ്റതാവണമെങ്കിൽ കുറ്റമറ്റ വ്യക്തി ഉണ്ടാക്കുന്നതായിരിക്കണം. അതാരാണ്? ഭഗവാനാൽ തരുന്ന ആ ഒരു ആശയമാണ് ആര് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? യുധിഷ്ഠിരനെ പോലുള്ള ഒരു രാജാവ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഏകലോക സാമ്രാജ്യം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പരീക്ഷിത് രാജാവിന്റെ കാലഘട്ടം വരെ ഈ ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അല്ലെ. പരീക്ഷിത് രാജാവ് വന്നപ്പോ എന്ത് തുടങ്ങി? കലിയുഗം തുടങ്ങി അല്ലെ. അപ്പൊ തൊട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ, യഥാർത്ഥത്തിലുള്ള രാജാവ് ഇല്ലാതെയായത് കലിയുഗ കാലം തുടങ്ങിയപ്പോ തൊട്ടാണ്. हरे कृष्णा वंध्याकल्पतरुभ्यश्च कृपासिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, नित्य गौर प्रेमानंदे। हरि हरि बोल। हरे कृष्णा। सर्वं श्री कृष्ण। कृष्ण माता जी। भागवतम क्लासिक